നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ജെൻ റോബോട്ടിക്സ് എന്ന പ്രമുഖ കമ്പനിയിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന പോസ്റ്റാണ് ഫിനാൻസ് ട്രെയിനി എന്നൊരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 22 ജനുവരിയാണ്. ഇമെയിൽ വഴിയാണ് നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. career@genrobotics.org എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ CV അയക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ജനുവരി 11 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഫിനാൻസ് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു BCom ബിരുദധാരികളായിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്സിൽ ബിരുദമുള്ള ആളുകൾക്കായിരിക്കും ഇതിന് ചാൻസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്കില്ലുകൾ എന്തൊക്കെയാണ്? പ്രൊഫിഷ്യൻസി ഇൻ ഇറ്റാലി, അണ്ടർസ്റ്റാൻഡിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ വേണം, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം. ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് പറയുന്നത് ഫ്രഷേഴ്സാണ്. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നുണ്ട് പ്രിഫേർഡ് കാൻഡിഡേറ്റ്സ് ഫ്രം തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഏരിയയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് 3 months വിൽ ബി അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ് പറയുന്നത്. നിങ്ങൾക്ക് യാതൊരുവിധ കാശോ കാര്യങ്ങളോ ഇൻറ്റേൺഷിപ്പിന് കിട്ടത്തില്ല. ആഫ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീഷൻ ദ ഇൻറ്റേൺഷിപ്പ് പീരീഡ് ആൻഡ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് കാൻഡിഡേറ്റ് വിൽ ബി കൺവേർട്ട് ഫുൾ ടൈം എംപ്ലോയിൻ്റ് എന്ന് പറയുന്നു. 3 മാസത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കിയാൽ അവരെന്ത് ചെയ്യും? അവരെ പെർഫോമൻസിൽ ബേസ്ഡ് ആയിട്ട് അവരെ ഫുൾ ടൈം എംപ്ലോയിയാക്കി മാറ്റുന്നതാണ്. ജോബ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ് ജോബ് ലൊക്കേഷൻ. നോട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്താ വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് സബ്ജക്റ്റ് FT01 ഫിനാൻസ് ട്രെയിനി എന്നുള്ളത് വെക്കണം. റെസ്യൂം അയക്കുന്നു. റെസ്യൂം വിത്തൗട്ട് ഇമെയിൽ സബ്ജക്റ്റ് വിൽ എയ്തർ ബി പുട്ട് ഓൺ ഹോൾഡ് ഓർ റിജക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ സബ്ജക്റ്റ് വെക്കാത്ത ഏതൊരു CV ആണെങ്കിലും അത് എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ CV അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പിന്നെ FT01 ഫിനാൻസ് ട്രെയിനി എന്നുള്ളത് എന്ത് ചെയ്യണം? സബ്ജക്റ്റായിട്ട് വെക്കണം. പിന്നെ കാര്യങ്ങൾ മോണിറ്റർ റെസ്പോൺസിബിലിറ്റി ഒക്കെ അറിയാലോ. മോണിറ്റർ ആൻഡ് മാനേജ് ബുക്ക് കീപ്പിംഗ് ആൻഡ് ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ടീം, കളക്ട് ആൻഡ് വെരിഫൈ, ഓർഗനൈസിങ് ബിൽസ് ആൻഡ് വൗച്ചേഴ്സ്. ആ ഒരു അക്കൗണ്ട്സിൽ വരുന്ന ജോബുകളാണ്. ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളൊക്കെ ഇങ്ങനെ ഒരു BCom കഴിഞ്ഞ് വെറുതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.